ഹായ് ഹലോ. ലുലുവിൽ പോയപ്പോൾ കുറച്ച് മത്തി കിട്ടി കേട്ടോ. അന്ന് കെട്ടിയപ്പോൾ തൊട്ട് തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെക്കണമെന്നൊരു കൊതി. അങ്ങനെ തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വെക്കുക കേട്ടോ. ഒരുപാടൊന്നുമില്ല, തേങ്ങ ഇട്ട് ഉള്ളിയിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച്, ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. അരച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച കറിയാകുമ്പം കുറച്ച് എരിവ് കൂടുതൽ നിൽക്കണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പോൾ പച്ചമുളക് കീറിയിട്ട് പിന്നെ മാങ്ങ, അതിൻ്റെ കൂട്ടത്തിൽ പടക്കള സിനിമ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കുഞ്ഞടുക്കളയാണ്. അപ്പം നമ്മൾ ക്യാന് കൂളറിൻ്റെ മുകളിലാട്ടോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ ലാപ്പ് വെച്ചിരിക്കുന്നത്. അങ്ങനെ പടക്കളവും ഒക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കറി അടപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. കറി തിളച്ചതിന് ശേഷം മീനും ഇട്ട് കൊടുത്തു. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പം കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കറി ഇറക്കി വെക്കാം. അപ്പം നിങ്ങൾ പടക്കള മൂവി കണ്ടിട്ടുണ്ടോ? കാണാത്തവർ കാണണം കേട്ടോ, അടിപൊളി സിനിമ കേട്ടോ. അതിന് ശേഷം കോവയ്ക്ക, എനിക്ക് വെജിറ്റബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. എത്ര കിട്ടിയാലും ഞാൻ കഴിച്ചോളൂ. അങ്ങനെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും വെക്കാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിൻ്റെ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ കോവയ്ക്ക ഇടുമ്പോൾ തന്നെ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇടും കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ഒരുപാട് ഫ്രൈ ആക്കുന്നില്ല, ഒന്ന് ഫ്രൈ ആക്കി അതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വെച്ചപ്പോൾ തന്നെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഞാൻ ഇത് ഈവനിങ് ആട്ടോ കറിയൊക്കെ സെറ്റ് ചെയ്തത്. കറിയുടെ മണം അടിച്ചപ്പോൾ തന്നെ എനിക്ക് അപ്പം തന്നെ ചോറിനണം. അങ്ങനെ ചോറും മീൻ കറിയും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കൂട്ടി ചോറുണ്ണു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഈ ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ചോറ് 3 നേരം തന്നാലും ഞാൻ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.